ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ മുർഷിദ. ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള 3 സ്നാക്കുകൾ പരിചയപ്പെടാം. ഈ സ്നാക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലേ, എപ്പോഴും നമ്മുടെ എണ്ണയിലൊക്കെ വറുത്ത് പൊരിച്ചതായിരിക്കും. എപ്പോഴും നമ്മുടെ വെയിറ്റ് കൂട്ടാൻ സഹായിക്കുന്നവയാണ് ഈ സ്നാക്കുകൾ. എന്നാൽ ഇന്ന് വെയിറ്റ് ലോസിന് സഹായിക്കുന്ന 3 സ്നാക്കുകളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, വീട്ടിലെ ചെറിയ കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കും. അപ്പൊ നമുക്ക് ഓരോ റെസിപ്പികളായിട്ട് പരിചയപ്പെടാം. ആദ്യത്തേത് കിൻവ കട്ലറ്റ് ആണ്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കിൻവ വേവിച്ചെടുക്കണം. അത് കിൻവ ഒരു 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് നന്നായിട്ട് കഴുകിയിട്ട് അത് കുക്കറിൽ ഒരു 3 വിസിൽ വരെ അടിച്ചാൽ നിങ്ങൾക്ക് അത് കിൻവ വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് ആദ്യം നമ്മൾ തയ്യാറാക്കി വെക്കണം. എന്നിട്ട് ഒരു പാൻ എടുക്കുക, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക, വലിയുള്ളി ഒന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഓരോ വെജിറ്റബിൾസ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യണം. ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക, ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കുക, ക്യാപ്സിക്കം ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അതിലേക്ക് വേവിച്ചെടുത്ത കോൺ ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിന്റെ ടേസ്റ്റും ഈ കട്ലറ്റിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നമുക്ക് കട്ലറ്റിന്റെ ബാറ്റർ ഉണ്ടാക്കി എടുക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് ആദ്യം വേവിച്ച കിൻവ എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ട് അല്ലേ, അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, ജീരകപ്പൊടി, ഇതിലേക്ക് കുറച്ച് കടലപ്പൊടി കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ കടലപ്പൊടി നമുക്ക് കട്ലറ്റിന്റെ ഒരു പാകം അറിയാലോ അല്ലെ, ആ മാവിന്റെ. അപ്പൊ അതുപോലെയാണ് അത് ഉണ്ടാക്കി എടുക്കേണ്ടത്. ഈ വെജിറ്റബിൾസിലൊക്കെ കുറച്ച് വെള്ളം ഉണ്ടാവും അല്ലെ, അപ്പൊ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരും. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. എന്നിട്ട് ഇത് കട്ലറ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് അത് പരത്തി എടുക്കാൻ പറ്റും. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അത് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം. എല്ലാ പച്ചക്കറികളും നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്കിത് കട്ലറ്റിന്റെ ഷേപ്പിൽ എടുക്കാം. എന്നിട്ട് ഒരു ഇരുമ്പ് തവ എടുത്തിട്ട് ഒന്ന് ഓയില് അതിന്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് മാത്രം കൊടുക്കുക. ഓയിൽ കൂടാതെ ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് ഈ നമ്മുടെ കട്ലറ്റ് ഓരോ ഭാഗവും ശ്രദ്ധിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ വളരെ സാവധാനം മാത്രമേ മറിച്ചൊക്കെ ഇടാൻ പാടുള്ളൂ. പൊട്ടിപ്പോകാതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അതിന്റെ മുകളിൽ കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് കൂടി വെച്ചിട്ട് നിങ്ങൾക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള കട്ലറ്റ് ആയിരിക്കും അത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നിങ്ങളുടെ സ്നാക്സ് ആയിട്ട് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. ഇനി കുട്ടികൾക്കൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അവരുടെ ലഞ്ച് ബോക്സിലും ഇത് നിങ്ങൾക്ക് വെച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ ആദ്യത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. ഒരു 230 കാലറി ഒക്കെ ഇത് വരുന്നുള്ളൂ. പിന്നെ അതിൽ നല്ല പ്രോട്ടീൻ ഉണ്ട്. കിൻവ നല്ല പ്രോട്ടീൻ ആണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റിന്റെ അളവും കുറവാണ്. അതുകൊണ്ട് വെയിറ്റ് ലോസിനെ സഹായിക്കുന്നുണ്ട്. അത് വളരെ ഹെൽത്തിയുമാണ്. അടുത്ത് നമ്മൾ പറയുന്നത് ഒരു എഗ് റോൾ ആണ്. പ്രോട്ടീൻ ഒക്കെയുള്ള നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള മറ്റൊരു ഓപ്ഷൻ ആണിത്. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. ഇത് സ്നാക്ക് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഉപയോഗിക്കാം. അതിന് ആദ്യം വേണ്ടത് നമുക്കൊരു ഗോതമ്പ് പത്തിരി ഉണ്ടാക്കി എടുക്കണം. അത് നമ്മൾ പരത്തിയെടുക്കുക. ഈ പരത്തിയെടുക്കുമ്പോൾ അതിന് മുകളിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നെയ്യിന്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ വീറ്റ് റൊട്ടി, ഗോതമ്പ് പത്തിരി പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്നും ചപ്പാത്തി കഴിക്കുന്നവർക്ക് അതൊന്ന് വെറൈറ്റി ആയിട്ട് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടൊക്കെ കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ റെസിപ്പി അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആ ചപ്പാത്തി പരത്തിയെടുക്കുക. എന്നിട്ട് ഒരു അയൺ തവ എടുത്തിട്ട് അത് 2 ഭാഗവും നന്നായിട്ട് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് മാത്രം നെയ്യ് അതിന്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കണം. കാബേജ് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ വലിയുള്ളി, ക്യാപ്സിക്കം, ക്യാരറ്റ്, തക്കാളി, ആവശ്യത്തിനുള്ള പച്ചമുളക്, ഇതൊക്കെ ചേർത്തിട്ട് കുറച്ച് കൊറിയാണ്ടർ ലീവ്സും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് അതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കണം. ഉപ്പ്, കുറച്ച് ജീര പൗഡറും കൂടി അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് എഗ് എടുക്കണം. എഗ്ഗിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കുക. ഇതുപോലെ അത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള ഗോതമ്പ് പത്തിരിയിൽ ചേർത്ത് വെക്കാം. ഇനി നമുക്കത് ഫില്ലിങ് റെഡിയാക്കാം. ആ പത്തിരി എടുക്കുക. അതിൽ കുറച്ച് ഗ്രീൻ ചട്നി 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. മിന്റ് ചട്നി ആട്ടോ ഉദ്ദേശിച്ചത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലും ആ ചട്നി ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഒരു ടീസ്പൂൺ ഗ്രീൻ ചട്നി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതുപോലെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നല്ല സൂപ്പർ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു എഗ് റോൾ ആയിരിക്കും അത്. നമുക്ക് അതിൽ കാർബോഹൈഡ്രേറ്റ് വളരെ കുറവല്ലേ, എന്നാൽ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ഉണ്ട്. എഗ് ഉണ്ടായതുകൊണ്ട് നല്ല പ്രോട്ടീൻ ആണ്. വെജിറ്റബിൾസ് ഒരുപാട് ഉണ്ട് അല്ലേ, വെറൈറ്റി ആയിട്ടുള്ള വെജിറ്റബിൾസ്. അപ്പൊ ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഈ ഒരൊറ്റ റോള് കഴിച്ചാൽ തന്നെ വയറ് ഫില്ലാവുന്ന രീതിയിലുള്ള റെസിപ്പിയാണിത്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ അല്ലെങ്കിൽ സ്നാക്ക് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റും. ഇതൊക്കെ രാവിലെയൊക്കെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി അല്ലേ. അപ്പോൾ ഈ എഗ് റോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത റെസിപ്പി നോക്കാം. ഈ എഗ് റോളിന് ഒരു 230 കാലറിയേ ഉള്ളൂ കേട്ടോ. അടുത്തെന്ന് പറയുന്നത് ഒരു വെറൈറ്റി റോളാണ്. നിങ്ങൾക്ക് ഈ കളറൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അല്ലെ. ഞാൻ ഇതിന് പേരിട്ടിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കമന്റിൽ പറയാം. ആദ്യം ഒരു കപ്പ് കടലമാവ് എടുക്കുക, ആവശ്യത്തിന് ഉള്ള പുളി കുറഞ്ഞ തൈര് ചേർക്കുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ചേർക്കുക, ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് മാവ് ഇങ്ങനെ തയ്യാറാക്കി വെക്കുക. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഈ ഉണ്ടാക്കി വെച്ച മാവ് ഒന്ന് അരിച്ചിട്ട് പാനിലേക്ക് പാരാം. ശേഷം അത് നന്നായിട്ട് ഇളക്കുക. ചെറിയ തീയായിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഈ മാവിന്റെ തിക്നെസ് ഏകദേശം ഇതുപോലെയാവുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് പത്തിരി പോലെ വളരെ നൈസായിട്ട് പരത്തിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ പാത്രം ഇതുപോലെ കമിഴ്ത്തി വെച്ച് അതിന്റെ മുകളിലേക്ക് ആ മാവ് ചേർക്കുക. എന്നിട്ട് അത് നൈസാക്കിയിട്ട് പരത്തുക. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ, എന്നാൽ തിന്നായിട്ട് കിട്ടും. ഇനി നമുക്ക് അതിനുള്ളിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ടാക്കണം. ഒരു പാൻ എടുത്ത് കുറച്ച് നെയ്യ് ചേർക്കുക, ഒരു ടീസ്പൂൺ മതി. അതിലേക്ക് കടുക് ചേർക്കുക, കറിവേപ്പില ചേർത്ത് കൊടുക്കുക, കുറച്ച് കായപ്പൊടി, എന്നിട്ട് ചുവന്ന മുളകും വേണമെങ്കിൽ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചിരകിയ തേങ്ങ ചേർക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ മിക്സ് നമ്മൾ നേരത്തെ പരത്തി വെച്ച മാവിന്റെ മുകളിലേക്ക് ചേർക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു 2-3 പീസുകളാക്കിയിട്ട് അത് റോൾ ചെയ്തെടുക്കുക. ഒരു അടിപൊളി വിഭവം അല്ലെ, ഹെൽത്തി ആണ്. അധികം നമ്മൾ കണ്ട് പരിചയമില്ലാത്ത ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് സ്നാക്ക് ആയിട്ട് ഇത് കഴിക്കാൻ പറ്റും. ഇത് നിങ്ങളെ വെയിറ്റ് ലോസിന് സഹായിക്കും. അതിൽ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറവാണ്. അപ്പൊ ഇന്നത്തെ 3 സ്നാക്കും നിങ്ങൾക്ക് വെറൈറ്റി ദിവസങ്ങളിൽ പരീക്ഷിച്ച് നോക്കാൻ പറ്റും. അത് നിങ്ങളുടെ വെയിറ്റ് ലോസിനെ സഹായിക്കുകയും ചെയ്യും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇങ്ങനത്തെ റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളത് കമന്റിൽ പറയുക. നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്, ആയുർഫിറ്റ്. അതിൽ നമുക്കൊരു ഡോക്ടർ ഉണ്ട്, ഡയറ്റീഷ്യൻ ഉണ്ട്, ഫിറ്റ്നസ് വീഡിയോസ് ഉണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് നിങ്ങളുടെ ശരീരഘടനയ്ക്ക് അനുസരിച്ച് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ആയുർഫിറ്റ് മെമ്പർ നിങ്ങളെ വിളിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണി ഹെൽത്തി ആയിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് ചെയ്യാനും പറ്റും. Live better, feel better. Thank you.